എൻ്റെ ചുരിദാറിൻ്റെ ഷോൾഡർ സ്ലീവ് കട്ടിങ്ങാണ് ഇവിടെ കാണിക്കുന്നത്. ആം ഹോൾ കട്ടിങ്ങും സ്ലീവ് കട്ടിങ്ങും. എനിക്ക് എൻ്റെ ഷോൾഡർ എനിക്ക് കറക്റ്റ് 14 ഇഞ്ചാണ്. അതായത് ഷോൾഡറിൻ്റെ ബോൺ ടു ബോൺ 14 ഇഞ്ചാണ്. അതിൻ്റെ കറക്റ്റ് ഹാഫ് വരുന്നത് 7ആണ്. ബൈ 2 7ആണ് 14ൻ്റെ ഹാഫ്. അതുകൊണ്ട് പിന്നെ ഇവിടെ ഞാൻ ഷോൾഡർ 7 കറക്റ്റ് 7 അല്ല എടുക്കേണ്ടത്, 7.5 തന്നെ എടുക്കണം. കാരണം 1/2 ഇഞ്ച് നമുക്ക് ഷോൾഡർ കൂട്ടി തയ്ച്ച് പോകും. അതുകൊണ്ട് കറക്റ്റ് ഞാൻ ഇവിടെ 7.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. 7.5 ഇഞ്ച്, അതായത് 7 ഇഞ്ച് 1/2 ഇഞ്ച് ഷോൾഡർ, അതായത് കൈ അറ്റാച്ച് ചെയ്യുമ്പം അത് പോകുന്നതാണ്. അതുകൊണ്ട് 7.5 ഇഞ്ച് എടുത്തു. അതുപോലെ താഴോട്ട് നമുക്ക് എത്രയാണ് വേണ്ടത്. ഇപ്പം ഒരു സ്ലോപ്പ് ഞാൻ കൊടുക്കുന്നുണ്ട്, ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നുണ്ട് 1/2 ഇഞ്ച്. അതുകൊണ്ട് ആ 1/2 ഇഞ്ച് ഇവിടെ കുറഞ്ഞു. അതുപോലെ കൂട്ടി തയ്ച്ചിട്ട് ഒരു 1/2 ഇഞ്ച് പോകും. നേരെ അങ്ങനെ ഇവിടെ 1 ഇഞ്ച് പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട്, അതായത് 1 ഇഞ്ച് ഇവിടെ പോകും. അത് കഴിച്ചിട്ടാണ് നമ്മുടെ കറക്റ്റ് 7 എടുക്കേണ്ടത്. അതായത് അങ്ങനെ ടോട്ടൽ 8 എടുക്കണം താഴോട്ട്. ഇങ്ങനെ 8 ആം ഹോളിൻ്റെ ലെങ്ത്ത് 8 എടുത്തു. അതുപോലെ തന്നെ ഇവിടുന്ന് ഇവിടത്തം വരെ എനിക്ക് 8ആണ്. ഇവിടുന്ന് ഇവിടത്തേക്ക് അതെൻ്റെ ചെസ്റ്റ് സൈസ് 36ആണ്. അതുകൊണ്ട് തന്നെ 9 ഇവിടെ എടുത്തു. 9 ഇവിടെ 9 ആണ്. ബാക്കി 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് എടുക്കാം. അത് കഴിഞ്ഞ് ഇവിടുന്ന് ഇവിടത്തേക്ക് 1 ഇഞ്ച്, ജസ്റ്റ് 1 ഇഞ്ചിന് നമ്മൾ കറക്റ്റ് 1 ഇഞ്ച് പിടിച്ച് നോക്കും. ഇവിടുന്ന് അങ്ങനെ 1 ഇഞ്ചിൽ ഇതിൻ്റെ ഹാഫ്, ഇവിടുത്തതിൻ്റെ ഹാഫ്, 7ൻ്റെ ഹാഫ് ഇവിടുന്ന് കർവ് വരക്കുക 9ലേക്ക്. അങ്ങനെ ഇവിടെ ആം ഹോൾ കർവായി, കറക്റ്റ് ആം ഹോൾ കർവ് ഇട്ടിട്ടുണ്ട്. ഇനി ഫ്രണ്ട് കർവ് എങ്ങനെ ചെയ്യേണ്ടത് വെച്ചാൽ, ഇവിടുന്ന്, അതായത് അല്ലെങ്കിൽ ഈ ഒരു പോയിൻ്റിൽ നിന്ന് ഈ ഉള്ളിലോട്ടേക്ക് ഒരു 1/2 ഇഞ്ചിൻ്റെ ഗ്യാപ്പിൽ ഇങ്ങനെ ഇവിടുന്ന് യോജിപ്പിക്കുക. ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഇതുപോലെ തന്നെ ഇവിടെ വരച്ച അതേപോലെ തന്നെ ഇവിടെ കണ്ട് ഇവിടുന്ന് 1 ഇഞ്ച് ഇങ്ങനെ ഓട്ടിടുക. നേരെ അങ്ങനെ ഇതിങ്ങനെ കിട്ടും. ഇതിൻ്റെ സെൻറ്റർ ഇതിൻ്റെ ഇവിടെ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ ഒരു 1/2 ഇഞ്ച് കുറച്ച് ഇവിടെ ഒരു ലൈനിട്ട് ഇവിടെ ചെയ്ത് കിട്ടിയാലും നമുക്ക് ഫ്രണ്ട് ആം ഹോള് കുഴിച്ച് വരക്കേണ്ടത് കിട്ടും. ഇവിടെ ഫ്രണ്ട് ആം ഹോള് കുഴിച്ച് വരച്ചിട്ടുണ്ട്. അങ്ങനെ ഇത്രയും കിട്ടിക്കഴിഞ്ഞ് ആം ഹോള് റെഡിയായി. ഫ്രണ്ട് ആം ഹോളും ബാക്ക് ആം ഹോളും റെഡിയായി. അതുപോലെ സ്ലീവ് കട്ടിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ, സ്ലീവ് അതായത് ഇവിടെ കറക്റ്റ് ഇവിടെ ഞാൻ ഇവിടുന്ന്, അതായത് കറക്റ്റ് 7 അല്ലേ, ഇവിടുന്ന് മുതൽ ഇവിടെ വരെ, അതായത് കറക്റ്റ് ആം ഹോൾ ലെങ്ത്ത് ഈ 1 ഇഞ്ച് വേണ്ട, ഈ ഇതിൻ്റെ ഇവിടുന്ന് ഇതുവരെ ഉള്ളത് 7 അത് എടുക്കുക. എന്നിട്ട് തുണിയിൽ എത്രയാണ് അതുപോലെ തന്നെ 7 വരക്കും. താഴോട്ടേക്ക് 7 വരച്ചു. 7ന് കുറച്ച് എക്സ്ട്രാ കൂട്ടണം, ഒരു 1/2 ഇഞ്ച് കൂട്ടിയാൽ മതി. എന്നിട്ട് ഒരു 7.5 ഇഞ്ച്, അതായത് 7.5 ഇഞ്ച് ഏകദേശം വരും. ആ 7.5 ഇഞ്ച് 7 ഇഞ്ച് അവിടത്തേക്ക് 7.5 ഇഞ്ച്
ഇവിടുന്ന് ഈ 7 ഇഞ്ചിൻ്റെ ഇവിടുന്ന് ഉള്ളിലോട്ടേക്ക്, അതായത് എത്ര കുഴി കുഴിക്കണം? 3 അല്ലേ, 3 കുഴിച്ചു. അന്നേരം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എത്ര അളവുണ്ടെന്ന് നോക്കുക. ഇവിടുന്ന് ഈ കുഴി ഇതിലേക്ക് എത്ര അകലുണ്ട്? ഒരു ഏകദേശം ഒരു 8.25 തന്നെ വരുന്നുണ്ട് കുഴിയിലേക്ക്. 8 വരുന്നുണ്ട്, 8.25 വരുന്നുണ്ട്. അപ്പോൾ 7.25 എടുക്കാം. അതുകൊണ്ട് ഇവിടെ ഈ ലെങ്ത്ത് അതുകൊണ്ട് 7 ഇഞ്ചിൽ എടുത്താൽ പോരാ, 7.25 എടുക്കണം. 7.25 എടുത്ത് നോക്കാം. ഏകദേശം 8ൻ്റെ അടുത്തുണ്ട് ഇവിടെ എടുത്തത്. ഇവിടുന്ന് 3 ഇഞ്ച് ഉള്ളിലോട്ട് മാർക്ക് ചെയ്തു. എന്നിട്ട് ഇവിടത്തേക്ക് ചെരിച്ച് അളവെടുക്കുമ്പോൾ എത്രയുണ്ട് നോക്കാം. ഇങ്ങനെ ചെരിച്ചെടുക്കുമ്പോൾ ഇവിടെ കറക്റ്റ് 8.5 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. ശരിക്കും എൻ്റെ ആം ഹോൾ ഇത് റൗണ്ട്, ആം റൗണ്ട് 8.5 തന്നെയാണ്. അതായത് 16ആണ്. 16.5 വരും. എന്നിട്ട് ഇവിടെ 8.5 എടുത്തു. 8.5 എടുത്തു. എന്നിട്ട് ഇതൊരു ലൈൻ മാർക്ക് ചെയ്യുക. ഇവിടെ ഒരു ലൈൻ കൊടുക്കണം. ലൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ലൈൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 8.5ൻ്റെ ഇവിടുത്തെ ഹാഫ് കണ്ടുപിടിക്കും. 4.25 ഇവിടെ വരും. ഈ ഹാഫിൻ്റെ അതായത് ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് ഉള്ളിലോട്ട്, ഈ 1/2 ഇഞ്ച് ഉള്ളിലോട്ട് ഓക്കെ ചെയ്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ, അതായത് ഇത് സ്ലീവ് ഇതാണ്. അതുപോലെ ഇതിൻ്റെ ഹാഫ് കാണുക ഇവിടെ, ഇതിൻ്റെ ഹാഫ് ഉള്ളിലേക്ക് ഇതെല്ലാം കറക്റ്റ് അകത്തേക്ക് 1 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പ്. ഓക്കെ.